അല്ല അതെന്താ അങ്ങനെ പറയാൻ കാരണം? തിരുവനന്തപുരം ഭാഷ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞിട്ടും അതിന്റെ ഇടയിൽ തള്ള എന്ന് ചേർത്താൽ തിരുവനന്തപുരം ഭാഷയാവില്ല. അല്ലല്ല, തിരുവനന്തപുരത്തെ ഭാഷ രൂപപ്പെട്ടിരിക്കുന്നത് ഭൂപ്രകൃതി, എല്ലാ നാട്ടിലെയും പോലെ ഭൂപ്രകൃതിയുടെയും തൊഴിലിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് കാഞ്ഞിരംകുളം എന്ന സ്ഥലത്ത് സംസാരിക്കുന്നത് പോലെയല്ല കാരക്കോണത്തെ ഭാഷ, അതുപോലെയല്ല കന്നുവാമൂട്ടിലെ ഭാഷ, അതുപോലെയല്ല പഴയകടയുള്ള ഭാഷ. കരമന പാലത്തിന്റെ അക്കരെ ഇക്കരെ രണ്ട് ഭാഷയും രണ്ട് ഭക്ഷണ സംസ്കാരവും ഉണ്ട്. സദ്യ വിളമ്പോ നോക്കി അറിയാം. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അത് മധുസൂദനൻ സാറും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റാണ് സെല്ലുലോയിഡ്. അതിൽ പൃഥ്വിരാജ് എല്ലാവരും പറയുന്ന മലയാളം സെല്ലുലോയിഡിൽ ഒരു വാക്യം തന്നെ ഉണ്ട്. അതാണ് തന്നെ കമൽ സാർ തിരക്കഥ എഴുതിയിട്ട് എന്റെ സുഹൃത്തു കൂടിയായ ബിജു ബാലകൃഷ്ണന്റെ കയ്യിൽ കൊടുക്കുന്നു. അത് ഇങ്ങനെയാണ് തിരക്കഥ: പറഞ്ഞാൽ കേൾക്കുകയില്ല, ഒരു അനുസരണ വേണ്ടേ, സാർ എഴുതിയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതിന് തെക്കൻ മലയാളത്തിൽ മാറ്റുമ്പോ പറഞ്ഞാലും ചെല്ലിയാലും കേൾക്കണാര് ചെല്ലിയാര് ചെല്ലി വരികയുണ്ടേ അതാണ് അതിന്റെ തനി. തമ്പി അംഗത്തിന്റെ വിളയിലെ ഒതുവിൽ വരയ്ക്കാനെ കൊണ്ട് പയ്യവളോ തന്നെ അഴിച്ച് ആ സിനിമയിലുണ്ടത്. ഇതാണ് ആ ഭാഷയുടെ സംഗീതമാണ്. ഭദ്രകാളി പാട്ടിന്റെ സ്വാധീനത്തിൽ നിന്ന് വന്ന ഒരു മ്യൂസിക്കൽ ഇതാണ്, ആ ടോണുണ്ട്. അത് എല്ലാ ഭാഷയിലുണ്ട്. ആ പ്രദേശത്ത് വിവിധ ഭാഷകൾ 11 ഇനത്തിൽ ആ ഭാഷയാണ്. ഈ പറഞ്ഞ ഒരു പാറശാല അല്ലെങ്കിൽ കല്ലട, നെയ്യാറ്റിൻകര ഓരോ ഭാഗത്തും പറയുന്ന മലയാളത്തിന് ഭയങ്കരമായ തീർച്ചയായും എനിക്ക് 2-3 വേർഷൻ വേണമെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് പറയാനും പറ്റും. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഈ കാഞ്ഞിരംകുളത്തെ ഭാഷ അതിന്റെ താളം രൂപപ്പെട്ടിരിക്കുന്നത് പുല്ലുവിള കടലിന്റെ തിരയുടെ താളമാണ്. തറയിൽ വന്ന് പിച്ച് ചെയ്ത് വീണ്ടും ഉയരുന്ന തിരയാണ് ആ താളമാണ്. അവര് സംസാരിക്കുമ്പോഴും ഡേ നീ എവിടെ നിൽക്കണടാ, നെല്ലിമൂട്ടില് ഓടി വാടാ, ഈ ഒരു തിരയുടെ ഉയർച്ചയുണ്ട്. പഴയ പട്ടിയക്കാല പോകുമ്പോ ഇങ്ങനെയല്ല, പൂവാർ കടലിന്റെ വേഗതയുള്ള തിരയാണ്. മൈനി മണി കൊണ്ട് മണിയാ നീ ഇവിടെ വരേത് വെള്ളം കുടിച്ചോണ്ട് ഓടട്ടെ, വണ്ടിയിൽ കയറാൻ എന്തിന്റെ പാടം എന്തോ, വെള്ളം കുടിച്ചോണ്ട് ഓടുന്നു, വണ്ടിയിൽ കയറാൻ എന്ത് പാടം തോന്നുന്നു, അത്ര വേഗതയാണ്. കാരക്കോണത്ത് പോകുമ്പോ ഇങ്ങനെയല്ല, അവിടെ നെയ്ത്തിന്റെ ഭാഷയാണ്. ഓടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഊടുംപാവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെ ഒരു ഇടവേള കൂടി ആ ഭാഷയിലുണ്ട്. പ്രസാദിന്റെ അച്ഛൻ ഇവിടെ ഇല്ല, കുപ്പത്തിന്റെ പപ്പയ്ക്ക് 2 മുണ്ട് വാങ്ങിക്കാൻ വേണ്ടി കണ്ണാമുട്ടി പെയ്യിക്കണേ. ഇങ്ങനെയാണ് അവരുടെ ഭാഷയുടെ രീതി. അത് മനസ്സിലാക്കാതെ എന്ത് പറഞ്ഞിട്ടും ഈ എന്തര് എന്ന് കേൾക്കുന്നത് എല്ലാം തിരുവനന്തപുരം ഭാഷയല്ല. നെയ്യാറ്റിൻകര ടൗണിൽ സംസാരിക്കുന്ന ഭാഷ ഇങ്ങനെയൊന്നുമല്ല. അഭ്യസ്തവിദ്യരുടെ ഇടയിലും അതല്ലാത്തവരുടെ ഇടയിലും 2 തരം ഭാഷയുണ്ട്. അത് തിരുവനന്തപുരത്തിന്റെ പ്രത്യേകതയാണ്, തിരുവനന്തപുരത്തിന്റെ മാത്രം പ്രത്യേകതയാണ്.